ഇതാ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ കരിമ്പ് വെട്ടിയ സ്ഥലത്താണ് കേട്ടോ. കരിമ്പ് വെട്ടിയിട്ടിട്ടുണ്ട് ആ സ്ഥലത്താണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കേട്ടണതിന് മുന്നേ അത് കരിമ്പ് തോട്ടമാണ്. അപ്പോൾ കരിമ്പ് തോട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വെട്ടിയിട്ട് ഇതാ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടോ കരിമ്പിൻ്റെ ഇതാണ് കേട്ടോ. അതാ ഈ കാണുന്ന സംഭവം കണ്ടോ, അത് വെട്ടീൻ്റെ ഇതാണ് ഈ കാണുന്നത് കണ്ടോ, വെട്ടിയിട്ടിട്ടുണ്ട്. ഇതിപ്പം ഇനി തീയിട്ടിട്ടാണ് ഇത്ര കേട്ടോ ഇതുമൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം തീയിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുക എന്നാണ് പറഞ്ഞത്. എന്താ പറയുക, ഇത് ഇനിയിപ്പോൾ ഇതുമെന്ന് ഇനി ഉണ്ടായി വരിക ചെയ്യുക. ഒരു 2 കൊല്ലമൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ചിലപ്പോൾ 3 കൊല്ലം കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടോ ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടോ ഒരു കാളവണ്ടി നിൽക്കുന്നത്, ഇത് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കെട്ടിയിട്ട് ഇതാ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കാണിച്ചു തരാവേ. കരിമ്പൊക്കെ വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാമ്പ് ചേമ്പൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പേടിച്ചിട്ടാണ് ഞാൻ പോകണേ. ഇതാ ഇങ്ങനെ കെട്ടി ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കണം. അത് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടിരിക്കണം. ഇതാ അവിടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പുറത്തുനിന്നൊക്കെ വന്നിട്ട് ചെറിയ വീട് പോലെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ താമസമുണ്ട് അവർ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വർത്താനം വേറെ ആവുകാരണേ ഞാൻ എന്താ പറയുമെന്ന് വിചാരിച്ച് എന്നെ സൂക്ഷിച്ച് നോക്കണുണ്ട് ഇവർ. ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെ. അത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കണ്ടോ ഫുള്ള് കരിമ്പ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവർ പുറത്തുനിന്ന് വന്നിട്ട് ചെറിയ വീടുകൾ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് പറയുക, നമ്മുടെ ടാർപ്പായണ്ടൊക്കെ ചെറിയ വീട് കെട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഇവരെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇവർ വേറൊരു സ്ഥലത്തുനിന്ന് പണിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടേക്ക് ഈ കരിമ്പ് വെട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെട്ടിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഇവരിത് ഫുള്ള് പാക്ക് ചെയ്യണത്. കാരണം ഇവർ ഈ കാളവണ്ടിയിലാക്കിയിട്ട് പിന്നെ വേറെ മറ്റേ ട്രാക്ടർ ഉണ്ട് അതിൻ്റെ ട്രോളിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ മൊത്തം കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ചിലപ്പോൾ രാവിലെ കട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ കട്ട് ചെയ്തായിരിക്കും. കാരണം മൊത്തം ഉണങ്ങി കലിച്ചിട്ടാണ് കിടക്കണത്. ചിലപ്പോൾ വെട്ടിയിട്ടതിന് ശേഷമാണ് ഇത് കെട്ടി വെക്കണത്. അപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങളിപ്പോൾ ഇന്നിങ്ങനെ കറങ്ങി നോക്കുമ്പോൾ അങ്ങനെ കണ്ടു. ഇത് വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ. കരിമ്പൊക്കെ വെട്ടിയിട്ട് ഇടുന്ന വീഡിയോസ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്നിങ്ങനെ കറങ്ങി നോക്കുമ്പോൾ അങ്ങനെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഷുഗർ ഫാക്ടറിക്കാണ് കേട്ടോ ഇത് പോണത്. ഷുഗർ ഫാക്ടറിയൊക്കെ ഏതാനും 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ചാലു ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇതാ കാള ഇങ്ങോട്ട് വരുന്നുണ്ട്. കാളന്നെയല്ലേ ഇത്, കാള വരുന്നുണ്ട്. അതിപ്പോൾ എന്നെ കണ്ടിട്ട് കുത്താൻ വന്നാന്നും അറിയില്ല. ഇതിങ്ങനെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ 2 വണ്ടി 3 വണ്ടിയുണ്ട് കേട്ടോ. ഈ 3 വണ്ടിയൊന്നുമല്ല, ഇവിടെ വേറെയും വണ്ടികളുണ്ട്. ഇതാണ്ടോ ഇതൊക്കെ അതാ നിറച്ച് കിടക്കുന്നുണ്ട് വണ്ടികൾ. ഇതാ ഒരുപാട് വണ്ടികളുണ്ട്. ഇത് അവിടെ ഉണ്ട്, അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ട്രാക്ടറിൻ്റെ ട്രോളിയിൽ കൊണ്ടുപോകുന്നല്ലേ. ഇത് ട്രാക്ടറിൻ്റെ ട്രോളി അല്ല കേട്ടോ. ഞാനിപ്പോൾ കണ്ടിക്കണത് അങ്ങനെയാണ്. ഇതിപ്പോൾ ലോറിയിലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ പോരുന്ന വഹിക്കുന്ന ഒരുപാട് കണ്ടിരുന്നു. ഞാനിപ്പോൾ ഇതിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ ആ വീഡിയോസും. ഇതിപ്പോൾ മൊത്തം കയറ്റിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കയറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ വണ്ടികളുണ്ടാവും. കാരണം അതാ ഇതിൽ ഒതുങ്ങണ സാധനമൊന്നും അല്ല ഉള്ളത്. ഇത് ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഒതുക്കുമെന്നും അറിയില്ല. നമ്മളോട് കരിമ്പൊക്കെ എടുത്തോളാൻ പറഞ്ഞേക്കും കേട്ടോ. മുമ്പാണ് കരിമ്പ് എടുത്ത് പോകാൻ. കാരണം ഇതിൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എടുക്കണമല്ലോ. എന്നല്ല, ഞാനത് പോരുന്ന വൈക്കെന്ന് ഇറങ്ങിയ സമയത്ത് വൈക്കൊക്കെ കടന്നിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ നല്ലത് വീണിട്ടുണ്ട്, ഞാൻ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു എന്നോട് നല്ലത് എടുത്തിട്ട് തിന്നേ കാണേ എടുക്കേ വീഡിയോ എടുക്കേ എന്താ വെച്ചാൽ ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ദേഷ്യം കൊണ്ടാ തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്. അപ്പോൾ എന്തായാലും കരിമ്പ് വെട്ടുന്ന വീഡിയോസും ഇതൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. കണ്ടോ കരിമ്പോണ്ട് ഓടിപ്പോവുക വണ്ടി.